മലപ്പുറം കോട്ടക്കലിൽ 136 ഗ്രാം MDMA പിടികൂടി. 2 കേസുകളിലായാണ് ഇത്രയധികം ലഹരി പിടികൂടിയത്. വേങ്ങര ഊരകം സ്വദേശി അരുൺ, വെട്ടുതോട് സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത്. വിവരങ്ങളായി ജംഷീർ കൊടിഞ്ഞുണ്ട്. ജംഷീർ, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? തീർച്ചയായിട്ടും അറിയാം. അതായത് ഈ MDMA വ്യാപകമാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി പോലീസും അതോടൊപ്പം തന്നെ ഡാൻസ് സംഘവും പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി MDMA പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോട്ടക്കൽ പോലീസാണ് 2 വിവിധ കേസുകളിലായി MDMA പിടികൂടിയിരിക്കുന്നത്. 136 ഗ്രാം MDMA ആണ് 2 കേസുകളിലായി പിടികൂടിയിരിക്കുന്നത്. ഊരകം സ്വദേശിയായ വട്ടപ്പുറം വീട്ടിൽ അരുണും വേങ്ങര വെട്ടത്തോട് സ്വദേശി കാപ്പിൽ വീട്ടിൽ റഫീഖ് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ കോട്ടക്കൽ വളാഞ്ചേരി റോഡിലെ ചെനക്കൽ പെട്രോൾ പമ്പിന് സമീപിച്ചാണ് വിൽപ്പനക്കായി സൂക്ഷിച്ച 22 ഗ്രാം MDMA-യുമായി ഊരകം സ്വദേശിയായ അരുൺ പിടിയിലാകുന്നത്. ഈ ഡാൻസർ സംഘമാണ് ഇയാളെ പിടികൂടുന്നത്. 2028-ൽ 751 ഗ്രാം MDMA-യുമായി അരുണിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം ഇയാൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. MDMA വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന ആഡംബര ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കേസ് കോട്ടക്കൽ രാജാ സ്കൂൾ റോഡിന്റെ തോക്കാമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് റൂം വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തുന്ന സംഭവത്തിലാണ് വേങ്ങര സ്വദേശിയായ റഫീഖിനെ കോട്ടക്കൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് ആദ്യം 10 ഗ്രാം MDMA പോലീസ് പിടികൂടി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ തോക്കാമ്പാറ എന്ന സ്ഥലത്തുള്ള വാടക റൂമിൽ വെച്ച് വിൽപ്പനക്കായി കൊണ്ടുവന്ന ഏതാണ്ട് 104 ഗ്രാമോളം വരുന്ന MDMA ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും പ്രതികളെ 2 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഹരി.